ദൈവത്തിൻ്റെ വിഷയം 100-ൽ 110% ഒരു തരത്തിലും പങ്കുകാരെ ചേർക്കാതെ ഏകദൈവത്തിൻ്റെ തൗഹീദ് ഇഖ്ലാസ് പൂർണ്ണമാക്കുന്നവന് ദൈവവുമായിട്ടുള്ള നിന്റെ എല്ലാ സംഗതികളും ഒരു ശിർക്കും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പങ്കുകാരെയും ചേർക്കാതെ ദൈവത്തിൻ്റെ ഏകത്വത്തിലുള്ള ആ തിരിച്ചറിവ്, ആ സമർപ്പണം, അതിനെ അംഗീകരിക്കൽ, ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴും ഇതിന് തുല്യവും സമാനവുമായ മറ്റൊരു കൽപ്പന കൂടി ഞാൻ നിങ്ങളോട് പറയും. അതെന്താ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവിടെയാണ് നമ്മൾ മതത്തിൻ്റെ 2 മുഖങ്ങൾ കാണുന്നത്. ഞാൻ മറ്റു മതങ്ങളിലേക്കൊക്കെ വരും, ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും ഒക്കെ വരും. പക്ഷെ യേശു അന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് ഈ 2 കാര്യമാണ്. മുകളിലുള്ള ദൈവത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ കടമകർത്തവ്യങ്ങളും നിങ്ങളുടെ കോണ്ടാക്റ്റുകളും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവുമായുള്ള ബന്ധം പരിപൂർണമാക്കി കഴിയുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് എന്താ? എവിടെയാണ് നിങ്ങളുടെ ടെസ്റ്റ് വരുന്നത്? അപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ ലേണിംഗ് ടെസ്റ്റ് പഠിച്ച് 40-ൽ 40 ചോദ്യം, അല്ലെങ്കിൽ 50-ൽ 50 ചോദ്യം, 100-ൽ 110 ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓട്ടിയിട്ട് കാട്ടിക്കൊടുക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിന് കിട്ടണമെങ്കിൽ. ലേണേഴ്സ് കിട്ടിയോണ്ട് കാര്യമില്ല, എല്ലാം നോക്കി നടക്കാം, അത്രേ ഉള്ളൂ. ടെസ്റ്റ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ കാട്ടിക്കൊടുക്കണം. ഇത് പറയുന്നത് പോലെ ഞാൻ ദൈവത്തിൻ്റെ ഏകത്വം അംഗീകരിച്ചിരിക്കുന്നു, ദൈവമല്ലാതെ ഞാൻ ഒന്നിനെയും ആരാധിക്കുന്നില്ല, ദൈവത്തെ ഞാൻ പരിപൂർണ മനസ്സോടും പരിപൂർണ ആത്മാവോടും പരിപൂർണ മനസ്സോടും ആത്മാവോടും ഹൃദയത്തോടും ഒക്കെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് ലേണേഴ്സാണ്. ഇനി എന്താ അതിൻ്റെ പ്രാക്ടിക്കൽ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ എളുപ്പമായിരുന്നു. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്താദ് എൻ്റെ അയൽക്കാരനാണെങ്കിൽ ഞാൻ രാവിലെ അങ്ങനെ നീച്ച് എന്തൊക്കെയുണ്ട് ഉസ്താദെ, ചായ കുടിച്ചോ? ഊപ്പര ചായ കുടിച്ചിട്ടില്ല, എന്നാ കുടിക്കണ്ട. അല്ലാണ്ട് എന്താ സ്നേഹമുണ്ട്? എന്നാ സ്നേഹമുണ്ട് കേട്ടോ, നമ്മളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എല്ലാ ദിവസവും ചോദിക്കും, എല്ലാ ദിവസവും അദ്ദേഹം ചായ കുടിച്ചിട്ടില്ല, എനിക്ക് സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യനോട് പറയും, ഭാര്യയൊന്നുമില്ല കേട്ടോ, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം, ഇടയ്ക്കൊന്ന് പറയും, ഉസ്താദ് ഇടയ്ക്കിടയ്ക്കൊന്നും ചായ കുടിക്കില്ല, എന്തെങ്കിലുമൊക്കെ ബാക്കിയൊക്കെ കഞ്ഞിൻ്റെ വെള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തോളൂ. നമ്മൾ കാണിക്കുന്ന പല സ്നേഹവും ചാരിറ്റിയാണ്. ഈ ചാരിറ്റീനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ ചാരിറ്റി പറഞ്ഞാൽ ഔദാര്യമാണ്. ഔദാര്യം, എൻ്റെ ഔദാര്യത്തിന് ഞാനിങ്ങനെ മൂപ്പർക്ക് എന്തെങ്കിലും കഞ്ഞള്ളോ. പക്ഷെ യേശു പറഞ്ഞതും അതല്ല. ഇവിടെ നിങ്ങൾ ആരേനും നന്ദി പറയാൻ അല്ല, സ്വാഗതം പറഞ്ഞ ആൾ ഇവിടെ സൂചിപ്പിച്ചു, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചുണ്ണരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലാക്കുക? നിന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ 1 കിലോ അലുവ എൻ്റെ വീട്ടിൽ നിന്നെപ്പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടേ? 1 കിലോ അലുവ അവിടെയും കൊടുക്കണ്ടേ? നടക്കണേ, സാമിക്ക് അടക്കും. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ടെസ്റ്റ്. അത് റോഡ് ടെസ്റ്റിൽ പൊട്ടും. അയൽവാസി റസൂലുള്ളാഹി അത് ഒന്നും കൂടി കടത്തി പറഞ്ഞു. ഞാൻ പറയുന്നത് അങ്ങനെയാ. കുറച്ചും കൂടി കഴിഞ്ഞു വന്നൊരു പ്രവാചകൻ ഒന്നും കൂടി കടത്തി പറയാണ്. എന്ത്? അയൽവാസി പട്ടിണി കിടന്ന് നീ അങ്ങോട്ട് ആഘോഷിച്ച് തിന്നു കഴിഞ്ഞാൽ, നീ വയറ് നിറച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ, അത് അറിഞ്ഞുകൊണ്ട് നീ കിടന്നുറങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി നീ എന്നിൽപ്പെട്ടവനല്ല. ഓട്ടോമാറ്റിക്കാ നമ്മളെ ഹിദായത്തൊക്കെ പോയി. അനുഗ്രഹം, നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹം, നീ എന്നിൽപ്പെട്ടവനല്ല എന്നല്ല എന്തായാലും അർത്ഥം. ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള ഒരാള് യൂണിഫോമൊക്കെ ഇട്ട് ഓഫീസിൽ ചെന്ന് SI വിളിക്കുന്നുണ്ട് പറഞ്ഞു. SI എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മളിൽപ്പെട്ടവനല്ല എന്നൊരു പിരിച്ചുവിടൽ കാർഡ് കൊടുക്കുക. അല്ലെങ്കിൽ പിരിച്ചുവിടൽ കത്ത് കൊടുത്താൽ മൂപ്പരെന്താ പറയുക? ആകെ വിഷമിക്കൂല.
മൂപ്പര് പറയാം, അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ, അറിയോ, ഞാൻ ട്രാഫിക്കിലാ പോണ്ട്, കേസ് അന്വേഷണം. നീ നമ്മിൽപ്പെട്ടവനല്ല, അഞ്ഞു മുതലിച്ച് പോലീസ് അല്ല എന്നാ പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി യു ആർ എക്സ് കമ്മ്യൂണിക്കേറ്റഡ്. ഈ കമ്മ്യൂണിറ്റി നിന്ന് പോയി. എന്താ കുറ്റം? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ ഉത്തരവാദിത്തപരമായി പെരുമാറിയില്ല. നീ വയറു നിറച്ചുണ്ടു, അല്ല അവിടെ അവനെ കൊല്ലാൻ പോയിന്നോ, തീവ്രവാദം പറയാൻ പോയിന്നോ, അവൻ്റെ വീടിന് തീ വെക്കാൻ പോയിന്നോ, ഒന്നും അല്ല അവിടുത്തെ കുറ്റം. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ അയൽവാസിയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയില്ല. എത്രത്തോളം വിശാലമാണ് ഇതൊക്കെ, എത്രത്തോളം വിശാലമാണ്. ഇനി ഇതെങ്ങനെയാ മനസ്സിലാക്കുക? എനിക്ക് കുറേ കാലത്തേക്ക് ഇതൊന്നും കേട്ടിട്ട് ഇതെങ്ങനെയാ പ്രാക്ടിക്കലാക്കേണ്ടതിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു തരും. 1 കിലോ അലുവ വാങ്ങണോ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് 1 കിലോ അലുവ വാങ്ങി എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയൊക്കെ അലുവ വാങ്ങണോ? നിങ്ങൾ തീരുമാനിച്ചോളി വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത്. സ്നേഹം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. സ്നേഹം ചാരിറ്റി അല്ല, സ്നേഹം ഔദാര്യമല്ല. എനിക്ക് ഈ മനുഷ്യനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഔദാര്യം കൊടുക്കല്ല ചെയ്യുന്നത്. കണ്ടറിഞ്ഞ് എന്താ വേണ്ടതെന്നാണ് ചെയ്തു കൊടുക്കുക വേണ്ട. നിന്റെ അനിയനാണെങ്കിൽ, നിന്റെ അമ്മായിൻ്റെ മോനാണെങ്കിൽ, യേശു പറഞ്ഞ സ്നേഹവും പ്രവാചകൻ പറഞ്ഞ സ്നേഹത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയാം. അത് വെറുമൊരു ചാരിറ്റി പ്രവർത്തനമായി നമ്മളൊക്കെ മാറ്റുകയാണ്. അവരുദ്ദേശിച്ചത് ചാരിറ്റി അല്ല, അവർ ഉദ്ദേശിച്ചത് ലവ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലും വിവേചനമില്ലാത്ത സ്നേഹം. ഈ വിവേചനം പാടില്ല എന്നാണ് എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനം. ഈ വിവേചനം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ജാതി വിവേചനം, മതവിവേചനം, സംഘടനാ വിവേചനം, രാഷ്ട്രീയ വിവേചനം, ഇതൊക്കെ ചില സ്ഥലത്ത് കുഴപ്പമില്ല. പക്ഷെ ഈ വിവേചനം എന്നെങ്കിലുമൊക്കെ വയലൻസിലേക്ക് പോകും. എവരി ഡിസ്ക്രിമിനേഷൻ വിൽ ലീഡ് ടു വയലൻസ്. എല്ലാ ഡിസ്ക്രിമിനേഷനും ഇന്നല്ലെങ്കിൽ നാളെ വയലൻസിൽ ചെന്നെത്തും. കാരണം ഞാനൊരു സന്യാസിയാണ്, മൂപ്പരൊരു പെണ്ണെട്ടിയും കുട്ടികളുണ്ടായൊരു മനുഷ്യനാണ്. ഞങ്ങൾ തമ്മിൽ വിവേചനം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ പെണ്ണെട്ടിയവൻ മൂപ്പര് ഇതെന്തിട്ട പെണ്ണിട്ട നടക്കുന്നതിന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഇരിക്കും. നാളെ എന്നെ മൂപ്പരൊന്ന് ഉന്തിയാൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ കാവിട്ട് ചോദിക്കാൻ വരും. കാരണം ഞങ്ങളൊരു ഗ്രൂപ്പാകും. സ്വാമിമാരെ തല്ലു അല്ലേ, സ്വാമിമാരെ ഉന്തൂല്ലേ. ഈ ഡിസ്ക്രിമിനേഷനാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തിയതും അദ്ദേഹത്തിനെതിരെ പോകാനുള്ള. അതുകൊണ്ട് എനി ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലാക്കുക? ഇതിപ്പോ എൻ്റെ 2 കൈകളാണ്. ഈ കൈയിനോട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിവേചിക്കാൻ പറ്റുമോ? ഈ കൈ എപ്പോഴും ഇങ്ങനെ തല്ലുക, എത്ര ചിട്ട തല്ലുക, നടക്കൂല. ഇപ്പൊ തന്നെ വെറുതെ അട്ടിയപ്പോ തന്നെ വേദനിക്കുന്നു. എൻ്റെ ഈ കൈ ഒരിക്കലും ഈ കൈയിനെ ഉപദ്രവിക്കില്ല. ഇനി ചില സമയത്ത് എൻ്റെ ഏതെങ്കിലും അവയവം എന്നെ തന്നെ ഉപദ്രവിച്ചു. ഞാൻ അങ്ങനെ ആക്കിയപ്പോൾ കണ്ണിക്കട കുത്തി ഈ കൈ വിരൽ ഇങ്ങനെ ആക്കിയപ്പോൾ ആയതാ, കണ്ണിന്ന് ചോര വരാൻ തുടങ്ങി, വെള്ളം വരാൻ തുടങ്ങി. ഈ കൈ ഞാൻ വെട്ടിക്കളിയോ? എന്നെ ഉപദ്രവിച്ച കയ്യെ എന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്യോ? വയലൻസിലേക്ക് പോവോ? അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു കൈ എനിക്ക് ഈ കൈയിന് ഇഷ്ടമുണ്ട്, ഈ കൈയിന് ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമുള്ള കൈ ഞാൻ AC വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക, ഇഷ്ടമില്ലാത്ത കൈ ഞാൻ ചെളിയിലും ചാണകക്കുഴിയിലിട്ട് കിടന്നുറങ്ങുക. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് കഴിയും. ഒരാൾക്ക് ഒരേ അവയവത്തിന് ഒരു സ്ഥലത്തിന് സുഖം കൊടുക്കുക, AC കിടത്തി ഉറക്കുക, മറ്റേനെ കൊതുകടിക്കണ ചാണകക്കുഴിയിലിടുക, നടക്കൂല. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ പ്രവാചകന്മാർ, നബിയന്മാർ, നമ്മുടെയൊക്കെ അമ്പിയാക്കൾ നമ്മളോട് പറയുന്ന, നമ്മുടെ ഗുരുക്കന്മാർ നമ്മോട് പറയുന്ന സ്നേഹം. 2 ഉണ്ടെങ്കിലും ആ 2ഉം ഒരു ശരീരത്തിൻ്റെ ഒന്നിക്കലാണ് എന്ന് മനസ്സിലാക്കി. അയൽവാസി ഇവിടെ, നിങ്ങളിവിടെ, ഇത് 2 ഒരുപോലെ കൊണ്ടുനടക്കണം എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കഴിയൂലെങ്കിൽ നമ്മളൊക്കെ മോശത്തരം എന്നല്ലാണ്ട് എന്താ പറയണ്ടേ? അതുകൊണ്ട് ഞാൻ 1 കിലോ അലുവ വാങ്ങും. ഞാൻ പലപ്പോഴും എൻ്റെ കുപ്പായ എന്നിപ്പോൾ ആരോ ചോദിച്ചു, ഇവിടെ കയറിയിട്ടുണ്ടല്ലോ, അങ്ങനെ വാങ്ങണം എന്നൊക്കെ കരുതി പൈസ എടുത്തു വെക്കും. അപ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതിനേക്കാളിലും വലിയ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ആകെ ഞാൻ കണ്ടത് ആരെങ്കിലുമൊക്കെ ദാനം ചെയ്താൽ കൊണ്ടുപോയി ഒന്ന് അടുപ്പിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു യാത്ര പോവുകയാണ് കാശിയിലേക്ക്. 24-ാം തീയതി പോകുന്ന കാശി യാത്ര 5-ാം തീയതിയാണ് അടുത്ത വർഷം തിരിച്ചു വരിക. അപ്പോൾ 2-3 കുപ്പായൊക്കെ കൊണ്ടുപോകണം.
അല്ലേ? അത്രയും 10 ദിവസത്തോളം ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കുട്ടികൾ സാധനം എടുത്ത് വെച്ച സമയത്താണ് നിങ്ങൾക്ക് കുപ്പായം വല്ലാതിട്ടൊന്നുമില്ല, ഈ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, 2 കുപ്പായം അടിക്കാനുള്ള കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞാനൊരു കുപ്പായം അടിക്കുമ്പോൾ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ കണ്ണ് പോവുക, നമ്മുടെ അടുത്തൊക്കെ ഞാൻ ആർക്കെങ്കിലും ഉണ്ടാകാത്തവരുണ്ടോ എന്ന് കണ്ടെത്തുമ്പോൾ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ ശബ്ദമാണ് ഇങ്ങനെ ഉള്ളിൽ കടന്ന് മുഴങ്ങുന്നത്. ഇതൊന്നും പഠിക്കേണ്ടിയതിനാന്ന് തോന്നുന്നു ചില സമയത്ത്. അങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ജീവിക്കണമല്ലോ. ഞാനിങ്ങനെ നല്ല പളവള കുപ്പായിട്ട് അടക്കുക, എൻ്റെ അയലക്കത്തുകാരൻ കീറി പറഞ്ഞടക്കുക. പിന്നെ ഞാനെന്ത് വിശ്വാസിയാണ്, ഞാനെന്ത് ധാർമ്മികനാണ്, എനിക്കെന്ത് മതമാണ്? അപ്പം ഞാനൊക്കെ അങ്ങനെ എന്നാൽ പിന്നെ ഉള്ളത് പിന്നെ നോക്കാം. അപ്പം പിന്നെ കീറാനും തുന്നാനൊക്കെ തോന്നും, കീറിയത് തുന്നിട്ടെടുക്കാനൊക്കെ തോന്നും. ഇങ്ങനെ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെങ്ങനെ കുത്തണം. അപ്പോഴാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സാവുക. അപ്പോഴാണ് ഹംസ സാഹിബൊക്കെ പറയുന്ന പോലെ ഖിയാമത്ത് നാൾ എല്ലാം അവസാനിക്കുന്ന സമയത്ത് ദൈവം ഇങ്ങനെ മനുഷ്യരെ 2 ഭാഗത്ത് നിർത്തിക്കൊണ്ട്, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, നിങ്ങളെനിക്ക് തന്നില്ല, നിങ്ങളെനിക്ക് വെള്ളം തന്നു. ഈ ഭാഗത്തുള്ളവരോട് പറയും നേരെ തിരിച്ച്, ഈ ഭാഗത്ത് ഇടതുവശത്തുള്ളവർ നിങ്ങൾ തന്നില്ല, ഇവിടെ തന്നു, കുപ്പായം തന്നില്ല. അപ്പം അവർ ചോദിക്കും, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നിനക്കൊക്കെ ഞങ്ങൾ എപ്പോഴാണ് വെള്ളം തന്നതെന്ന് അറിയണത്? അപ്പോൾ മറ്റൊരിക്കലും നിങ്ങളെവിടെയാ ഈ റബ്ബിൻ്റെ ഈ ആലങ്ങളുടെ ഒക്കെ റബ്ബായിട്ടുള്ള നിനക്ക് ഞങ്ങൾ വെള്ളം തന്നില്ല എന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഹംസ സാഹിബ് അങ്ങനെ ഓരോന്നും പറയുന്നൊരവസ്ഥ, ഓരോ ഹദീസും ഇങ്ങനെ ചൊല്ലി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ഇന്നാര് സഹായത്തിന് വേണ്ടി ഇരുന്നപ്പോൾ നീ എനിക്ക് എന്നെ അവിടെ കാണാമായിരുന്നു, അവിടെ നീ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് തന്നെയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ബൈബിളിലും യേശു വാനമേഘങ്ങളിൽ എഴുന്നള്ളി 2 വിഭാഗമാക്കി, ഭക്ഷണം തന്നവരൊരു കൂട്ടർ, ഭക്ഷണം തരാത്തവരൊരു കൂട്ടർ. ഇതേ സന്ദർഭം ഇസ്ലാമിക പരിപ്രേക്ഷത്തിൽ ഹദീസിൽ അത് അള്ളാഹു തന്നെയാണ് വിധി കൽപ്പിക്കുന്നതെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം യേശു ക്രിസ്തുവാണ് അവിടെ വിധി കൽപ്പിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഭാഷ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര സമാനതകളാണ് നമ്മുടെയൊക്കെ. ഈ സമയത്ത് യേശു പറയുന്നൊരു കാര്യമുണ്ട്. മറ്റൊരു ചോദിക്കും, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ നിനക്ക് വേണ്ടി പള്ളികൾ പണിതു, നിനക്ക് വേണ്ടി രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഞങ്ങൾ ജീവിപ്പിച്ചു, അത്ഭുതങ്ങൾ കാണിച്ചു. യേശുവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ നോൺ യു. ഒരു കാലത്തും ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. കണ്ടു മനസ്സിലാക്കി എന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ടല്ലേ? ഒരു വാപ്പ പറയാ അനിയൻ ചെറിയ മോനോട് പറയാം, എൻ്റെ കളിയൊക്കെ എനിക്ക് അറിയായിരുന്നു, ഞാൻ കാത്തുക്കായിരുന്നു, ശിക്ഷിക്കാൻ കാത്തുക്കണ്ട് പറഞ്ഞാൽ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്, 2 അടി വാങ്ങി അടുത്ത പരിപാടിക്ക് നിൽക്കാലോ എന്നുള്ളത്. ഇത് യേശു പറഞ്ഞു, അങ്ങനെയൊന്നും മരിച്ചവരെ ജീവിപ്പിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല. കാത് കേൾക്കാത്തവനെ തൊട്ട് സുഖപ്പെടുത്തി ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളെ നാമത്തിൽ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂലെന്ന. എന്നാൽ മറ്റുള്ളവർ പറയും, നിങ്ങൾക്ക് ഞാൻ ഒരു ഭക്ഷണവും തന്നിട്ടില്ല, നിങ്ങൾക്കൊരു വെള്ളവും തന്നിട്ടില്ല, നിങ്ങൾക്കൊരു ഉടുപ്പും തന്നിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്തു തന്നിട്ടില്ല, യേശുവിൻ്റെ പേര് പോലും നിങ്ങൾ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ അങ്ങനല്ല യേശുവിൻ്റെ പേരിൽ കൊടുക്കാൻ. അപ്പോഴും പറയും, ഈ എളിയ സഹോദരി സഹോദരന്മാർ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്, എന്നിട്ട് നിങ്ങൾ വന്നോളി അറിഞ്ഞ് കയറ്റിക്കൊണ്ടുപോകും. അപ്പൊ യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചവനും, യേശുവിൻ്റെ നാമത്തിൽ ചെകിടന് കേൾവി കൊടുത്തവനും, കുരുടന് കാഴ്ച കൊടുത്തവനും, വെള്ളപ്പാണ്ട് മാറ്റിയവനും, മരണത്തെ പോലും യേശുവിൻ്റെ പേരിൽ ഉയർപ്പിച്ചവരും ഒന്നും എവിടെ ഉണ്ടാവില്ല. ഒരു സംഘടന ഉണ്ടാവില്ല അവിടെ. എന്നാൽ നന്മ ചെയ്തവർ,